Once again, welcome back to KC's Classes. KC's ക്ലാസ്സസിൻ്റെയും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ 4 സബ്ജക്ട്സിൻ്റെയും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് 4th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് സാധാരണ കണ്ടുവരാറ്. ഈ 3 പ്രോബ്ലംസിൽ ഒരു പ്രോബ്ലം ഇൻഡയറക്റ്റ് മോഡിലുള്ള ഒരു ചോദ്യമായിരിക്കും. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാധാരണ കണ്ടുവരാറ്. അത് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ നമ്പർ 6ത്തെ ഒരു ചോദ്യമാണ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പല പേപ്പറിലും കണ്ടുവരാറ്. നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് കമ്പനിയുടെ ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SI ചോദ്യം ഇതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രോബ്ലം ഇതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലൈബിലിറ്റി ഓഫ് ദ കമ്പനി. ചിലപ്പോൾ ടോട്ടൽ ഇൻകം ആയിരിക്കാം, അതല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി ആയിരിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് ടോണേറ്റ് ടാക്സേഷൻ ഉണ്ട്. ടോണേറ്റ് ടാക്സേഷൻ അതൊരു പേപ്പറിൽ ഇങ്ങോട്ട് SIക്ക് വന്നിട്ടുണ്ട്. ബട്ട് അത് മെജോറിറ്റി നമ്മൾ പാർട്ട് ബിയിൽ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് പ്രോബ്ലമാണ് പ്രതീക്ഷിക്കുന്നത്. സോ എന്നാലും ഈ ഒരു ചാപ്റ്ററിൽ ടോണേറ്റ് ടാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നിർബന്ധമായി നോക്കണം കേട്ടോ. ഓക്കെ, ഞാൻ അതും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് 3 വെയിറ്റേജിലായിരിക്കാണ് വരിക, ടോണേറ്റ് ടാക്സ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സജഷൻ ഇത് ഇപ്രാവശ്യം ഉണ്ടാവുമോ എന്നുള്ളത് വളരെ ചാൻസ് കുറവാണ്. ചിലപ്പോൾ വരാം. ഫേമിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി കാണാൻ പാർട്ട് ബിയിൽ 3 വെയിറ്റേജിനിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. SIക്ക് ചിലപ്പോൾ മാത്രമാണ് കണ്ടുവരാറ്. അതാണ് നെക്സ്റ്റ് ചോദ്യം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഇതാണ് മറ്റൊരു SI പ്രോബ്ലം. ഇനി നമുക്ക് തിയറി ആയിട്ട് ഒരു ചോദ്യം എല്ലാ പേപ്പറിലും വരാറുണ്ട്. അത് മിക്കതും ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് തിയറി ആയിട്ട് കണ്ടുവരാറ്. ഇപ്പോൾ ഇതിനേക്കാൾ മുമ്പ് നമ്മൾ കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് ടാക്സ് മാനേജ്മെൻറ്റ് എന്താണ്, ടാക്സ് പ്ലാനിങ്, അങ്ങനെയുള്ള അതിൻ്റെ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഡയറക്റ്റ്ലി. അപ്പോൾ ആ തിയറി ചോദ്യം എക്സ്പെക്ട് ചെയ്യണതൊന്ന് നോക്കാം. ഇതാണ് ഇവാലുവേറ്റ് ടാക്സ് മാനേജ്മെൻറ്റ്. ഇവാലുവേറ്റ് ഇങ്ങനെയാണ്. ഇവാലുവേറ്റ് ഈ ഒരു ടേം ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ. ടാക്സ് പ്ലാനിങ് ഈസ് desirable and tax evasion is objectionable.
സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം. പിന്നെ പ്യുവർ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു തിയറി എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായും തിയറി പഠിച്ചു വെച്ചോളൂ. ഒരു തിയറി ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മറ്റൊരു തിയറി ചോദ്യവും സജസ്റ്റ് ചെയ്യുന്നത് വാട്ട് ഫാക്ടേഴ്സ് would you keep in mind while planning with regard to own or lease of an asset. ഈ ഒരു തിയറി ചോദ്യത്തിനേക്കാൾ മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഇതും നോക്കി വയ്ക്കാം. ആൻഡ് ഫൈനലി മറ്റൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞു, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഇൻഡയറക്റ്റ് മോഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്, അത് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ചാപ്റ്റർ നമ്പർ 6 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്നിട്ട് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനാലിസിസിന് ശേഷം സജസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരു അസറ്റ് വിറ്റ് അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നതാണോ നല്ലത്, സ്റ്റാർട്ട് ചെയ്യാണ്ട് ചെയ്യുന്നതാണോ, സോ അങ്ങനെ ഉള്ള സജഷൻസ്, ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതാണോ കമ്പനി സ്റ്റാർട്ട് ചെയ്യണതാണോ നല്ലത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാലിസിസിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ഏതാന്നുള്ളത് സജസ്റ്റ് ചെയ്യുക. ഇതാണ് മറ്റൊരു പ്രോബ്ലം. ഇത് പ്രോബ്ലമാണ് ചാപ്റ്റർ നമ്പർ 6. അത് ഏത് ടൈപ്പ് വേണമെങ്കിൽ വരാം. അത് മിക്കതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക. ടോണൈറ്റ് ടാക്സേഷൻ, അത് ഞാൻ പാർട്ട് ബിയിലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു. പിന്നെ ഫേമിൻ്റെ ടോട്ടൽ ഇൻകവും ടാക്സ് ലൈബിലിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യം വരാണെങ്കിൽ അത് ഏറ്റവും ഭാഗ്യമാണ്. പിന്നെ ഒരു തിയറി ചോദ്യം ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ വരാൻ സാധ്യത. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഈ പറയുന്ന ഓൺ ഓർ ലീസ്, അങ്ങനെ അതും പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള മറ്റൊരു സജഷൻ ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ്. ഒരു തിയറിയും 2 പ്രോബ്ലവും വലിയ കുഴപ്പമില്ലാത്തത് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. അതാണ് മിക്കതും വരാറ്. ഒരു പ്രോബ്ലം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളത് വരാറുണ്ട്. അത് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കമ്പനിയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കുറച്ച് അസറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡിപ്രീസിയേഷനോ മറ്റു കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം എന്താണ് നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറയും. അനലൈസ് ചെയ്തതിന് ശേഷം ചോദ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത ആ ചാപ്റ്റർ നെയിം തന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കേണ്ട SI ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജും അതുപോലെ തന്നെ പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ക്ലാസ്സസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.